പല ഉമ്മമാരും പല സഹോദരിമാരും സഹോദരങ്ങളും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഉസ്താദേ, വലിയ കാര്യങ്ങൾ മാത്രമേ ആഗ്രഹം പൂവണിയാനുള്ളൂ, എന്റെ ആവശ്യങ്ങൾ നിറവേറാൻ വലിയ സൂറത്തുകളും വലിയ ദുആകളും എന്നെ കൊണ്ട് കഴിയാത്ത കുറെ കാര്യങ്ങളാണ് ഉസ്താദ് പലപ്പോഴും പറയുന്നത്. അതുകൊണ്ട് ചെറിയ എന്തെങ്കിലും ഒരു ദിക്റുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത് ചെറിയൊരു ദിക്റാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഏത് ആഗ്രഹവും പൂണിയും കുറച്ച് നിബന്ധനകൾ പറയുന്നുണ്ട്. ആ നിബന്ധന അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏത് ആഗ്രഹവും ഏത് ആവശ്യവും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്ന അത്ഭുതത്തിന്റെ കലവറ നിറഞ്ഞ ചെറിയ ഒരു കുഞ്ഞൻ ദിക്റാണ് പ്രിയപ്പെട്ടവർ. കുഞ്ഞൻ ദിക്ർ. കുറച്ച് നിബന്ധനകൾ ഉണ്ടെന്നേ ഉള്ളൂ. ആ നിബന്ധനകൾ അതേപടി ചെയ്താൽ ഈ ചെറിയ ദിക്ർ, ഇത് പറയാൻ പോകുന്ന കുറച്ച് എണ്ണം കൂടിയുണ്ട്, ആ എണ്ണം വളരെ കൃത്യമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഏത് വലിയ ആവശ്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല പൂവണിയിച്ചു തരും, സഫലമാക്കി തരും ഇൻഷാ അള്ളാഹ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമാണ് എന്ന് കരുതുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലെ, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പല ഉമ്മമാരുടെയും വിഷമമാണ് ഉസ്താദേ, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, ഉസ്താദ് വലിയ വലിയ സൂറത്തുകളൊക്കെ പറഞ്ഞു തരുമ്പോൾ ഞാൻ എങ്ങനെ ഓതുക, അല്ലെങ്കിൽ എനിക്ക് അറിയാത്ത ഒരുപാട് ദുആകളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് പാടാണ് ഉസ്താദെ ചൊല്ലാൻ എന്ന് പറയുന്ന ഉമ്മമാര് സഹോദരിമാര്, എളുപ്പത്തിൽ ചൊല്ലാനും എളുപ്പത്തിൽ ചെയ്യാനും പറ്റുന്ന ഒരു ദിക്റാണ് ഇൻഷാ അള്ളാഹ് ഈ വീഡിയോയിൽ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഇത് കാരണമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തി തരും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. പലർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങളാണ് അല്ലെ. ഉസ്താദേ, ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ എനിക്കുണ്ട് ഉസ്താദേ, ആരോടും പറയാൻ കഴിയാത്ത ആവശ്യങ്ങളാണ്, ഹലാലാണ്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണമെന്ന് പറയുന്നവരോട് എളുപ്പത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ കാരണമാകുന്ന അത്ഭുതത്തിന്റെ കലവറ നിറഞ്ഞ പരിശുദ്ധമാക്കപ്പെട്ട ഒരു ദിക്ർ. ഏതാണ് ദിക്ർ എന്ന് ആദ്യം തന്നെ നമുക്ക് പഠിക്കാം. അതിന്റെ നിബന്ധനകൾ അതിനുശേഷം പഠിക്കാം. എത്ര പ്രാവശ്യം ചെല്ലണമെന്ന് അതിനുശേഷം പഠിക്കാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. യാ അല്ലാഹു യാ റബ്ബാഹു യാ സയ്യിദാ, യാ അല്ലാഹു യാ റബ്ബാഹു യാ സയ്യിദാ എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഈ ദിക്റാണ് ഇൻഷാ അള്ളാഹ്. ഇതിന് കുറച്ച് നിബന്ധനകൾ ഉണ്ട് പ്രിയപ്പെട്ടവരെ. എപ്പോഴാണ് ചൊല്ലേണ്ടതെന്ന് അറിയുമ്പോൾ ഇതെങ്ങനെ ചൊല്ലണം? തോന്നിയതുപോലെ വെറുതെ ഇരിക്കുമ്പോഴൊന്നും ചൊല്ലാൻ പറ്റില്ല. വുളൂഓടുകൂടി ശുദ്ധിയോടുകൂടി ഇരിക്കുന്ന സാഹചര്യത്തിൽ ചൊല്ലുക എന്നുള്ളതാണ് ഒന്നാമത്തെ നിബന്ധന. അതാണ്, വുളൂഓടുകൂടി ചൊല്ലുക, ശുദ്ധിയായിട്ട് ചൊല്ലുക. അതുപോലെ തന്നെ രണ്ടാമത്തത് നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുക. നിസ്കാരപ്പായ എന്ന് ഉദ്ദേശിക്കുന്നത് നമസ്കരിച്ചു കഴിഞ്ഞ ഉടനെ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ചൊല്ലുക എന്നുള്ളതാണ്. നമസ്കാരത്തിന് ശേഷം, നമസ്കാരത്തിൽ ഒരു പ്രത്യേക ബറക്കത്തുണ്ടെന്ന് നമുക്കറിയാം അല്ലെ. ഏറെ ബറക്കത്തുള്ളതാണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് ജീവിതത്തിൽ പതിവായിട്ട് കൊണ്ടുവരാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലർക്കുമുള്ള ഒരു കാര്യം, ഒരു ന്യൂനത എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമസ്കാരം കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ ഗൗരവമാണ്. നമ്മുടെ മുഴുവൻ കാര്യങ്ങളും പൊളിഞ്ഞു പോകാൻ കാരണമാണ് ഈ നമസ്കാരം ഇല്ലാതിരിക്കുക എന്നുള്ളൊരു അവസ്ഥ. ഒരു കാരണവശാലും ഖളാ ആക്കരുത്. പുണ്യ റമളാനാണ് നമ്മുടെ മുന്നിലുള്ളത്. പ്രിയപ്പെട്ടവരെ, റമളാൻ മാസത്തിനെ ഹയാത്താക്കിക്കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം റമളാനിൽ നമസ്കാരം ഒരു കാരണവശാലും, പ്രത്യേകിച്ച് റമളാനിലെന്നാണ് ഉദ്ദേശിക്കുന്നത്, റമളാനിലും അല്ലാത്ത മാസങ്ങളിലും ഒന്നും നമസ്കാരം എന്ത് ചെയ്യാൻ പാടില്ല, ഖളാ ആക്കാനോ അതില്ലാത്തിരിക്കാനുള്ള ഒരു അവസ്ഥയോ പാടില്ല പ്രിയപ്പെട്ടവരെ. നമസ്കാരം വേണം. അപ്പൊ നമസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ നിസ്കാരപ്പായിൽ ഇരുന്ന്, അല്ലെങ്കിൽ പള്ളിയിലാണ് പുരുഷന്മാര് പള്ളിയിൽ ഇരുന്നു കൊണ്ടാണ് നമസ്കരിക്കുന്നത് എങ്കിൽ ആ പള്ളിയിൽ നിസ്കാര ശേഷം പ്രിയപ്പെട്ടവരെ ഈ ദിക്ർ ചൊല്ലുക എന്നുള്ളതാണ്. നിസ്കാര ശേഷം അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ദിക്ർ ചൊല്ലുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ ഏത് നിസ്കാര ശേഷമാണ്? പരിശുദ്ധമായ ഇശാഇന് ശേഷം. എല്ലാ ദിവസവും നമുക്ക് ചൊല്ലാം. എന്നാൽ ഏറെ പ്രതിഫലമുള്ളത് വെള്ളിയാഴ്ച രാവിലാണ് പ്രിയപ്പെട്ടവരെ. വെള്ളിയാഴ്ച രാവ് അതൊരു പ്രത്യേകത നിറഞ്ഞ രാവാണല്ലോ, ദുആഇന് ഇജാബത്തുള്ള രാത്രിയാണല്ലോ. അപ്പൊ അന്ന് ഇത് ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്ത ഇരട്ടിയാണ് പ്രിയപ്പെട്ടവരെ. പെട്ടെന്ന് തന്നെ മിന്നൽ വേഗത്തിൽ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാകും. മിന്നൽ വേഗത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാകും. ഉറപ്പാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ മിന്നൽ വേഗത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ ഈ ദിക്ർ പറഞ്ഞു തരുമ്പോൾ എത്ര പ്രാവശ്യം ചെല്ലണം എന്ന് പലപ്പോഴും പലരുടെയും മനസ്സിലുണ്ടാകും.
1200 പ്രാവശ്യം. എത്ര പ്രാവശ്യം? 1200 പ്രാവശ്യം യാ അല്ലാഹു യാ റബ്ബാഹു യാ സയ്യിദാഹ് എന്ന് പറയുന്ന ഈ ദിക്ർ 1200 പ്രാവശ്യം ഇശാഇന് ശേഷം വുദുവോടെ ശുദ്ധിയോടെ നമസ്കാരം കഴിഞ്ഞ ഉടനെ ചൊല്ലാൻ നമുക്ക് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അതിനുശേഷം നമ്മൾ അള്ളാഹുവിനോട് കരങ്ങൾ ഉയർത്തിയിട്ട് എന്റെ ആവശ്യം ഇതാണ് തമ്പുരാനെ, അള്ളാഹുവെ ആവശ്യം നീ നിറവേറ്റി നടത്തി തരണമേ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ പടച്ച തമ്പുരാൻ പൂവണിയിച്ചു തരും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവർ, നമ്മൾ എപ്പോഴും ചിന്തിക്കണം, അള്ളാഹുവെ ഫർളായ കർമ്മങ്ങളിൽ ഒരു വിള്ളൽ വരാൻ പാടില്ല. ഫർളായ കർമ്മങ്ങൾ കറക്റ്റായിട്ട് നിർവഹിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, സുബഹില്ലാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. 5 വഖത്ത് ഫർദിൽ ഏതെങ്കിലും ഒരു ഫർദില്ലാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. 5 വഖത്തും വളരെ കൃത്യമായിട്ട്, വളരെ ആർക്കോ വേണ്ടിയിട്ട് മുട്ടിട്ടിടിക്കാതെ, ആർക്കോ വേണ്ടിയിട്ട് കുനിഞ്ഞു നിവർന്നു പോകാതെ, വളരെ കൃത്യമായി അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും നിയ്യത്തിൽ ചെയ്യുന്ന സാഹചര്യത്തിൽ ചുമ്മാ അങ്ങ് നിയ്യത്ത് ചെയ്ത് പോകല. മുസല്ലി ഫർളൽ ദുഹരി 4 റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ല അദാ ലില്ലാഹി തആല എന്ന് പറയുന്നുണ്ട്. അതിൽ ലില്ലാഹി തആല എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? അള്ളാഹു തആലക്ക് വേണ്ടി എന്നാണ്. ആ ഒരു ബോധം നമസ്കാരം തുടങ്ങി അത് അവസാനിക്കുന്നത് വരെ ആ ബോധം നമുക്ക് വേണം. ഇത് ചുമ്മാ വെറുതെ നിവർന്ന് കുനിഞ്ഞ് എഴുന്നേറ്റ് പോകലല്ല. നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് മുട്ടിട്ടിടിക്കലല്ല, അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നാം ചെയ്യുന്ന ഒന്നാണ്. ആ ഒരു ബോധം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1200 പ്രാവശ്യമാണ്. ഇശാ നമസ്കാര ശേഷം എല്ലാ ദിവസവും നമുക്ക് ചൊല്ലാം. ഏറെ പ്രതിഫലമുള്ളത് വെള്ളിയാഴ്ച രാവിലാണ്. കാരണം അന്ന് മുസ്തജാബു ദഅവയുടെ ദിവസമാണ്, ദുആഇന് ഉത്തരം ലഭിക്കുന്ന ദിവസമാണ്. അന്ന് റബ്ബിനോട് എന്തു പ്രാർത്ഥിച്ചാലും പടച്ച തമ്പുരാൻ നമുക്ക് തരാൻ കാരണമാകുന്ന ദിവസമാണല്ലോ. അപ്പൊ അന്ന് ഞാനും നിങ്ങളും ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഏറെ സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം നാം ചോദിക്കുന്ന ഏത് കാര്യവും പടച്ച തമ്പുരാൻ നടത്തി തരാം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്ന അത്ഭുതത്തിന്റെ കലവറ നിറഞ്ഞ ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കോളൂ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യാ അല്ലാഹു യാ റബ്ബാഹു യാ സയ്യിദാ, 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 യാ അല്ലാഹു യാ റബ്ബാഹു യാ സയ്യിദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ച തമ്പുരാൻ നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ നിറവേറ്റി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.